IFFK അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് സിഗ്നേച്ചർ ആനിമേഷൻ ഒരിക്കലും മറക്കാൻ പറ്റുന്നുണ്ടാവില്ല. അത്രയും മെമ്മറബിൾ ആക്കുന്ന ഒരു സിഗ്നേച്ചർ ആനിമേഷൻ ഇത്തവണയുണ്ട്. ആനിമേഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല, ബട്ട് ദിസ് ഇസ് എനിവേ ക്വൈറ്റ് മെമ്മറബിൾ. വി ഹാവ് സുരേഷ് ഏറിയാട്ടുണ്ട്, സ്റ്റുഡിയോ ഇക്സോറസിന്റെ ഫൗണ്ടർ ആണ്, ആൻഡ് റെബേക്ക ഹു ഇനിഷ്യേറ്റഡ് ദിസ് പ്രോജക്ട്, ദ സിഗ്നേച്ചർ ഫിലിം. വെൽക്കം സുരേഷ് ജി, റെബേക്ക. റെബേക്ക ഡയറക്ട് ചെയ്ത പടാണത്. താങ്ക് യു ആശിഷ്. It's a very proud moment for all of us that we could contribute in our little way to this film festival, and it was fully Rebecca's initiative. റെബേക്കയാണ് ഇത് ഇനിഷ്യേറ്റീവ് എടുത്തത്. ദാറ്റ് ഇത് നമുക്ക് എന്തെങ്കിലും ചെയ്താലോ ഫോർ IFFK എന്നുള്ള ഇനിഷ്യേറ്റീവ് വന്ന റെബേക്കയാണ്. In the sense, it has influenced her, and she felt there is a need to do something. For Rebecca, an idea, cracked the idea. She pitched it to IFFK, and they kind of agreed to do it, and that's how we are able to contribute. So the concept was pitched, or the idea of animation was pitched? Concept was pitched. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പിന്നെ കോൺസെപ്റ്റ് ഇവോൾവ് ആയി. ബട്ട് യു ഷുഡ് ഹിയർ ഫ്രം റെബേക്ക ഹൗ ഷീ വെന്റ് അബൌട്ട് ഇറ്റ്. ഔട്ട് ഓഫ് നോവെയർ, she thought about it, and then the film idea came about, and then she eventually. Rebecca, I request you to come to the camera and ഒന്ന് പറയൂ, അത് എങ്ങനെയാണ് ഈ കോൺസെപ്റ്റിലേക്ക് വന്നത്? ഇത് ആഡ് ഇൻസ്റ്റഗ്രാമിൽ കണ്ടിരുന്നു. എല്ലാ വർഷവും കാണും ഈ പ്രപ്പോസൽ ഫോർ സിഗ്നേച്ചർ ഫിലിം ഇൻവൈറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട്. പക്ഷെ ആ സമയത്തൊക്കെ തിരക്കായിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാത്ത പോവുക അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. ഇപ്രാവശ്യം ലാസ്റ്റ് മിനിറ്റ് ആണ് ഞാൻ സുരേഷിനോട് പറഞ്ഞത്. അപ്പോ ഇപ്പൊ സബ്മിറ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ സബ്മിറ്റ് ചെയ്തു. അത് സെലക്ട് ആയി. ലാസ്റ്റ് ഡേ ആണ് ഞങ്ങൾ കൊടുത്തതൊക്കെ. അത് സെലക്ട് ആയി. പിന്നെ ആ സെയിം ഐഡിയയുടെ കോർ വെച്ചിട്ട് അത് ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. ആദ്യം ആ ആന്റിലിയൻ ഐഡിയ ഒന്നും ഉണ്ടായില്ല. പിന്നീട് സുരേഷിനോട് ഡിസ്കസ് ചെയ്തു, ആദ്യം ലിജിനും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് അങ്ങനത്തെ ഒരു ഐഡിയ വന്നത്. ടോട്ടൽ കോൺസെപ്റ്റിൽ നിന്ന് കുറെ മാറി, പക്ഷെ കോർ ഐഡിയ അത് തന്നെ നിലനിർത്തിക്കൊണ്ട് ചെയ്തു. അതെ, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഐഡിയ റെബേക്ക കൊണ്ടുവന്ന ഒരു അനാലജി, ആ ഒരു സ്പേസും ഷീ ഫെൽറ്റ് വെരി സ്ട്രോങ്ലി അബൌട്ട് ദാറ്റ്. ഭയങ്കര രസകരമായിട്ടുള്ളൊരു സംഭവം പുള്ളി വരച്ചൊക്കെ ഉണ്ടാക്കി. ഷീ സെൻറ്റ് ദാറ്റ് പ്രപ്പോസൽ ടു ദെം, and so then they liked it. Initially they had some doubt, അത് ഭയങ്കര ഡാർക്ക് ആവോ എന്നൊക്കെ ഉള്ളൊരു സംശയം ഉണ്ടായിരുന്നു. But then we were very sure, Rebecca was also very sure that it won't become dark. In the beginning there is a little bit of darkness, but film eventually will be a much, കാരണം 30th ഇയറും കൂടിയാണ്. So it's a very significant year of IFFK. അത് അങ്ങനെ ചെയ്യാൻ പറ്റിയതിൽ we are very grateful. It's quite short and to the point. അപ്പൊ ആദ്യം ഇത് ഇല്ലസ്ട്രേഷൻസ് ചെയ്തിട്ടാണോ എങ്ങനെയാ അത് നമ്മളിത് പ്രപ്പോസ് ചെയ്യുമ്പോൾ, what is or just some of the sprints? ഇത് ഒരു കുറച്ച് കോൺസെപ്റ്റ് സ്കെച്ചും പിന്നെ ആ കോർ ഐഡിയയും റൈറ്റപ്പും ആയിട്ടാണ് പ്രപ്പോസ് ചെയ്തത്. കോർ ഐഡിയ പഴയ പ്ലേറ്റോയുടെ ഫിലോസഫിയാണ്, മിത്ത് ഓഫ് ദ കേവ് എന്ന് പറഞ്ഞത്. അതില് ഇങ്ങനെ കുറെ ആൾക്കാര് സ്ലേവ്സിനെ അവര് ചെയിനിൽ കെട്ടിയിട്ടിട്ട് ആൾക്കാര് ഷാഡോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് അവിടെ നിന്ന് എണീക്കാതെ ഷാഡോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പുറകിൽ ഷാഡോ ഉണ്ടാക്കണം. പക്ഷെ ആരും അതിനെ ചോദ്യം ചെയ്യില്ല. എന്നിട്ട് ഒരാളത് പുറത്തു പോയി ചെയിൻ പൊട്ടിച്ച് പുറത്തു പോകുമ്പോഴാണ് ലോകത്തെ വേൾഡ് കാണുന്നതും കുറെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും പുറത്തു പോയി അവർക്കത് മനസ്സിലാകുന്നത്. അപ്പോൾ എന്റെ ഇത് പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ, ഞാൻ 12th വരെ സാധാരണ ടിവിയിൽ കാണുന്ന സിനിമകളും കോമഡിയും കണ്ട് ജീവിച്ചതാണ്. പിന്നീട് IFFK ഞാൻ ട്രിവാൻഡ്രത്ത് CET പഠിച്ചത്. IFFK ആദ്യമായിട്ട് ഇങ്ങനത്തെ സിനിമകൾ കാണുന്നത്. ഞാൻ തുടക്കമൊക്കെ കിടന്നുറങ്ങിയ സിനിമകളുണ്ട്. ഞാൻ ഇതെന്ത് സിനിമയാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്.
പക്ഷെ ഫസ്റ്റ് ഡേ സ്ക്രീനിങ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ മാറ്റം സംഭവിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് സിനിമ ചിന്തിക്കാൻ തുടങ്ങിയത്. പിന്നെ തൊട്ട് എല്ലാ സിനിമയും ഒരു ഡിഫറെന്റ് രീതിയിൽ കാണാൻ തുടങ്ങി. പിന്നെ കുറെ ഇതുപോലത്തെ ഷെല്ലുകളുടെ അകത്തായിരുന്നു ഞാൻ എന്ന് മനസ്സിലാക്കി. കുറെ മാറ്റം IFFK-യും ബിനാലി അങ്ങനെ കുറെ ഇങ്ങനത്തെ കേരളത്തിൽ എസ്പെഷ്യലി ഉള്ള ഇവന്റ്സ് കാരണം സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ ഒരു മലയാളം സിനിമ ഗുരു, രാജീവ് അഞ്ചലിന്റെ സിമിലർ സ്റ്റോറിയാണ്. ആ സിനിമ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു സിനിമ. എന്നിട്ട് സുരേഷാണ് ഞങ്ങൾക്ക് ആ ഒരു ആന്റിലിയൻ കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ആദ്യത്തെ പിച്ചില് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഒരു ലൈറ്റിന് ചുറ്റും ഈനാമ്പേച്ചികൾ പറക്കുന്നത് പോലെയായിരുന്നു. പക്ഷെ അവർക്ക് ചിറകുണ്ട്. ഇയാൻ പറ്റ ഇനാം ബേസി നമ്മുടെ ആളാണല്ലോ. സോറി, ഈയമ്പറ്റ പറക്കുന്നത് പോലെയായിരുന്നു അച്ഛന്റെ ആളാണല്ലോ. അത്. പക്ഷെ അവിടെ ചിറകുണ്ട്, പുറത്തു പോകുമ്പോൾ ഒരു ചിറക് നഷ്ടപ്പെടുന്ന പോലെയായിരുന്നു ക്യാരക്ടർ ഡിസൈൻ ഒക്കെ. പക്ഷെ ചിറകുകൾ ആണ് ആൾക്കാരെ പറക്കാൻ സഹായിക്കുന്നത്. ആശിഷ്, റെബേക്ക ഒരു ആർക്കിടെക്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഷീ വെന്റ് ടു NIT ആൻഡ് ഷീ സ്റ്റഡീഡ് ആനിമേഷൻ design. So then she started directing animated films. Amazing illustration, ഭയങ്കര ഭീകര വിഷ്വലൈസേഷനും ഇല്ലസ്ട്രേഷനും ഒക്കെ ഉള്ള ഒരു ആളാണ്. ഡീപ്പായിട്ട് ചിന്തിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ ഐ ഡidn't even know about this IFFK-യുടെ ഇൻഫ്ലുവൻസ്. ഞാൻ ഈവൻ നൗ ഐ എം ഹിയറിങ് അബൌട്ട് ഇറ്റ് ഫ്രം CET-യിൽ ഉണ്ടായിരുന്ന കാര്യം എനിക്കറിയാം. പക്ഷേ IFFK ഇങ്ങനെ ഒരു റോള് പ്ലേ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ലായിരുന്നു. കാരണം NID-യിൽ പോകുമ്പോഴും ഇതുമാതിരി സിനിമകൾ നമ്മളൊക്കെ ഇവോൾവ് ആയത്. NID-യിൽ ഇങ്ങനെ ഡെയിലി സിനിമകൾ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് നമുക്കും ഒരു എക്സ്പോഷറും വേൾഡ് എങ്ങനെയാണ്, ഹൗ തിങ്സ് വർക്ക് ഇൻ ദ വേൾഡ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലായത്. ആ സിനിമകൾ ഒരുപാട് നമ്മൾക്ക് ആ പല കൾച്ചറുമായിട്ടുള്ള എക്സ്പോഷർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് അറ്റ് ദ വെരി ഏർലി സ്റ്റേജ് IFFK-ന്ന് കിട്ടാനായിട്ടുള്ള, കാരണം നിറച്ച് സിനിമകളല്ലേ. ഇറ്റ്സ് എ വെരി അമേസിങ് തിങ് റെബേക്ക. നല്ലൊരു കണക്ഷൻ, ഭയങ്കര രസമുണ്ട്. So, അതാണ് റെബേക്കയുടെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയായിരുന്നു. അതെ, അല്ലെ, നമ്മുടെ ഒരു ഇനീഷ്യൽ ടോക്കില് സുരേഷ് പറഞ്ഞിട്ടുണ്ട് NID ഹൗ ഇറ്റ് കോൺട്രിബ്യൂട്ടഡ് ഇൻ ആ ഒരു ഒബ്സർവേഷൻ പോയിട്ട് അവിടുത്തെ ഒരു സംഭവത്തിലേക്ക് എത്താൻ. ഫിലിമിന്റെ കാര്യം ഇപ്പൊ കഴിഞ്ഞ വർഷം വിക്ടോറിയ പറഞ്ഞൊരു ഫിലിം ഉണ്ടായിരുന്നു. അതില് ശിവരഞ്ജനിയാണ് അതിന്റെ ഡയറക്ടർ. ശിവരഞ്ജനി ഡിഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ NID ഫിലിം മേക്കിംഗ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് I'm just connecting things like റെബേക്ക പറഞ്ഞതും സുരേഷ് പറഞ്ഞതും ശിവരഞ്ജനിയുടെ എക്സ്പീരിയൻസും. സോ ഹൗ ആ ഒരു എക്സ്പോഷർ കിട്ടാൻ അവർ കൊണ്ടുവരുന്ന ഒരു സിനിമയുടെ ഒരു സംഭവത്തിലേക്ക് ഭയങ്കര റെയർ ആയിട്ടുള്ള പാക്കേജസ് നമുക്ക് കിട്ടിയിരുന്നത്. അത് തന്നെയാണ് IFFK കൊണ്ടിരുന്നത്. വളരെ ക്യൂറേറ്റഡ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആണല്ലോ. NID-യിൽ നമുക്ക് കിട്ടിയിരുന്ന FTA-യിലേക്ക് പോകുന്ന പാക്കേജുകൾ, ഇന്ത്യയിലേക്ക് വരുന്ന സ്പെഷ്യൽ ഫിലിം പാക്കേജുകളൊക്കെയാണ് നമുക്ക് കാണാൻ കിട്ടിയിരുന്നത് പണ്ട്. അന്നത്തെ കാലത്ത് ഫിലിം പ്രൊജക്റ്റ് ചെയ്താണ് കാണാറ്. പിന്നെ അത് പിന്നീട് കാലത്ത് അത് അറിയില്ല, പ്രൊജക്ഷൻ്റെ ഇത് മാറിയില്ല, ഡിജിറ്റൽ ആയില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് ക്രേസി. ഇതായിരുന്നു ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത പിച്ച്. അപ്പോ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതില് ഇതേ കോർ ഐഡിയ കീപ്പ് ചെയ്യാം, പക്ഷെ മാറ്റം വരും, സ്റ്റൈലൊക്കെ മാറ്റം വരും എന്നുള്ളത്. ഒരു ലൈറ്റിന് ചുറ്റും പറക്കുന്ന ഈയാമ്പറ്റകൾ, അത് ശരിക്കും ഇന്നത്തെ കാലത്ത് എനിക്കത് എന്താ പറയാ, ഫോണിൽ ചെറിയ റീല് കണ്ട് ശീലിക്കുന്ന ആൾക്കാരെ സിനിമകൾ കാണാനുള്ള അറ്റൻഷൻ കുറവും, അല്ലാതെ കുറെ മൈൻഡ് സെറ്റ് ഇഷ്യൂസ് ഉള്ളത് സാധനങ്ങൾ എല്ലാവരും കേവിലായ പോലെ. അപ്പോ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരും എന്തൊക്കെയോ പുറലോകം കാണാതിരിക്കുന്ന ഒരു ഇതുണ്ട്. പക്ഷെ IFFK വരുമ്പോ ഇത് ശരിക്കും നമ്മളെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരില്ല, പക്ഷെ ഒരു ചെറിയൊരു പ്രൊവോക്കിംഗ്, ഒരു ചെറിയൊരു എന്താ പറയാ, ഇങ്ങനെ ഒരു സാധനം പുറത്ത് വെളിച്ചുണ്ടെന്ന് കാണിക്കുകയാണ് ചെയ്തത്. അത് ആൾക്കാരിൽ ഭയങ്കര ഒരു വെളിച്ചം, ആദ്യമായിട്ട് വേറൊരു വെളിച്ചം കാണുമ്പോൾ വലിയൊരു മാറ്റം വരികയും അത് അവിടെ ചെറിയൊരു കുരുക്കൊക്കെ സംഭവിപ്പിക്കും. എന്നിട്ട് അത് ലീഡ് ചെയ്ത് ആൾക്കാരെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് അവര്. അതായത് ഈ വെളിച്ചം ഫോളോ ചെയ്ത് ആൾക്കാർ പുറത്തു പോകാൻ ശ്രമിക്കുമ്പോഴാണ് അവരുടെ ചിറകുകൾക്ക് പറക്കാൻ ശക്തി ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുകയും ഇതൊന്നും ചെയിനല്ല, അതൊക്കെ ഈസി ആയിട്ട് പൊട്ടിച്ച് പുറത്തിറങ്ങുകയും ചെയ്യുന്നത്. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ വളരെ വലിയൊരു വൈഡർ ആയിട്ടുള്ള ഒരു വേൾഡ്, പല പല ആൾക്കാർ അവിടെ ഉണ്ട്, പല നിറത്തിലുള്ള പല ക്യാരക്ടറിസ്റ്റിക്സ്, പല പേഴ്സണാലിറ്റീസ്. അവരായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നു, ആൾക്കാർ കുറച്ചുകൂടി സോഷ്യൽ ബീയിങ് ആവുന്നു. എന്നിട്ട് അവിടെ ഒരു സ്ക്രീനിൽ IFFK പ്രസന്റ് ചെയ്യാണ്. എനിക്ക് ഇതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു ചെറിയ സംസ്ഥാനത്ത് ഒരു ഭാഷ സംസാരിക്കുന്ന ഒരു കൊച്ചു സ്ഥലത്ത് പല പല സ്ഥലത്തുള്ള സിനിമകൾ ഇവിടെ സ്ക്രീൻ ചെയ്യുകയാണ്. പല പല കൾച്ചറും പല നമുക്ക് ഒട്ടും അറിയാത്ത കുറെ കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ.
അപ്പൊ അതൊക്കെ മനുഷ്യന്റെ മനസ്സിനെ കുറച്ചും കൂടി വൈഡറാക്കാനും ഓപ്പൺ ആക്കാനും സഹായിക്കുന്നു. പിന്നെ ഭയങ്കര ഒരു ഫെസ്റ്റിവൽ ഫീലും ആ സന്തോഷവും ഒരുമിച്ച് ഭയങ്കര ഞാൻ എൻജോയ് ചെയ്തത്. എനിക്ക് IFFK സിനിമകൾ ഇൻഫ്ലുവൻസ് ചെയ്ത പോലെ ആൾക്കാരെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പരിചയപ്പെട്ട കുറെ ആൾക്കാരാണ് കുറെ സിനിമകളും ഡയറക്ടേഴ്സിനൊക്കെ പരിചയപ്പെടുത്തിയത്. അതെ. പിന്നെ ഭയങ്കര ഒരു പേഴ്സണൽ ലെവലില് എന്നെ ഓപ്പൺ അപ്പ് ആക്കിയ ഫെസ്റ്റിവലാണ് IFFK. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് IFFK മുമ്പ്, അതായത് പ്രത്യേകിച്ച് ഗുരുനാഥന്മാരില്ലാത്ത കുറെ ആളുകൾ, ലൈക്ക് സജിൻ ബാബുന്റെ കാര്യം പറഞ്ഞു. പുള്ളി IFFK എന്നാണ് പുള്ളിക്ക് ഇൻസ്പിറേഷൻ കിട്ടി പ്രൊവോക്ഡായി ഫിലിം ചെയ്യാൻ തുടങ്ങിയത്. അതുപോലെ കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങളായിട്ട് ഇവിടുന്ന് ഒരുപാട് പേര് അങ്ങനെ ഫിലിംസ് ചെയ്യുന്നു. ഇപ്പൊ പുതിയതായിട്ട് ചെയ്യുന്ന ആളുകൾ പലരും, അവർക്ക് പ്രത്യേകിച്ച് ഗുരുക്കന്മാരൊന്നും ഇല്ല. ദേ ഹാവ് നോട്ട് അസിസ്റ്റഡ് എനിവൺ. IFFK വാസ് ദ ഇൻസ്പിറേഷൻ. അത് വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് ടു ദ പോയിന്റ്. So would you like to add something more? എനിക്കും തോന്നിയിരുന്നു. കാരണം ഇതിൽ പെടാത്ത ആൾക്കാരുണ്ടാവും. അതായത് ഇതിൽ ഞാൻ എന്നെ മൈസെൽഫ് പ്ലേസ് ചെയ്യുമ്പോഴാണ് ഞാൻ കുഴിയിലായിരുന്നു, ഞാൻ രക്ഷപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നിയത്. അപ്പോ എനിക്ക് ആ സമയത്ത് ഓഡിയൻസിൽ ഇതേ ചോദ്യം, അതായത് ഞാൻ എങ്ങനെ ഓൾറെഡി കുഴിയിൽ നിന്നൊക്കെ എഴുന്നേറ്റുന്ന ആൾക്കാര്, അവർക്ക് ഇത് കണക്ട് ആവില്ല എന്നുള്ളൊരു അറിവുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എപ്പോഴെങ്കിലും ലൈഫ് ഇതൊക്കെ ചിലപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും എന്ന് എനിക്കും തോന്നി. ഇത് ഇതിലൊരു ഒരു ടിപ്പിക്കൽ കേരള ഒരു കോണ്ടെക്സ്റ്റ് ഇല്ല. പക്ഷെ ആ ഒരു ഫിലിം ഫെസ്റ്റിവല് ഒരു ഒരു കാറ്റലിസ്റ്റാണ് ഈ ചേഞ്ച് വരുത്തുന്നത്. ആ ഒരു സംഭവം വളരെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഇത് ഈ പറഞ്ഞ മാതിരി കുഴിയാനയുടെ കോൺസെപ്റ്റ് ഞാനും അറിഞ്ഞപ്പോഴത്തേക്കും വല്ലാതെ നമ്മളൊക്കെ ഞെട്ടിയൊരു സംഭവം. ഞാനൊരു ഫിലിമിൻ്റെ റിസർച്ചിൻ്റെ സമയത്ത് പെരിയാർ റിസർവിൽ പോയി. അപ്പോൾ ആ സമയത്ത് നമ്മളെ ഗൈഡ് ചെയ്തിരുന്നൊരു ഫോറസ്റ്റ്, ഒരു നല്ല അറിവുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അങ്ങേരാണ് നമ്മളോട് ചോദിച്ചത്, ഭയങ്കര ക്വിസ് മാതിരി, ഈ കുഴിയാന ആരാവെന്ന് അറിയാമോ? നമ്മൾ പറഞ്ഞ കുഴിയാന ആരാവെന്ന് ഒരു ഐഡിയ ഇല്ല. കുഴിയാന നമ്മൾ ഈ പണ്ട് കളിച്ചിരുന്ന, നമ്മുടെ വീടിൻ്റെ പറമ്പിലൊക്കെ ഉള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ കളിച്ചിരുന്ന ഒരു സാധനമാണ്. കുഴിയാനെ കാണാനൊക്കെ ഒരു രസമായിരുന്നു. അതിൻ്റെ പേര് നല്ല ആന എന്നുള്ള പേരും ഒക്കെ ഭയങ്കര ഒരു ചെറിയ അങ്ങനത്തെ ഒരു ഷേപ്പൊക്കെ ഉള്ളതായിരുന്നു. പിന്നെ അങ്ങനെയാണ് പറഞ്ഞത് ഇതാണ് തുമ്പിയാവുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളൊക്കെ ഞെട്ടി, ഇങ്ങനത്തെ ഒരു സാധനം തുമ്പിയാവുന്നത് നമ്മുടെ നാട്ടിൽ ഇത്രയും എത്രയും സുപരിചിതമായിട്ടുള്ളൊരു സാധനമാണ് ഈ കുഴിയാന. അതിങ്ങനെ ഒരു വണ്ടർഫുൾ ആയിട്ടൊരു ക്രീച്ചറായി മാറുന്നു. അതിൻ്റെ ആ ഒരു മെറ്റമോർഫോസിസ് അത് നമുക്ക് തന്നെ അറിയാൻ വയ്യത്, നമ്മുടെ നാട്ടിലുള്ളവർക്ക് തന്നെ അറിയാത്തൊരു സംഭവം. ആ ഒരു സാധനത്തിലൊരു റെവലേഷൻ ഉണ്ട്, ഈ നമ്മുടെ പടത്തിലെ മാതിരി. ഇറ്റ്സ് എ ഹിഡൻ സീക്രറ്റ് ദറ്റ് കേരള പീപ്പിൾ ഓൾസോ ഡോണ്ട് നോ. അപ്പോൾ അതാണ് ശരിക്കുള്ള ഒരു കേരള സംഭവം ആ പടത്തിലുള്ള കോണ്ടെക്സ്റ്റ്. അത് ആളുകൾക്ക് പെട്ടെന്ന് പടം നോക്കുമ്പോഴത്തേക്കും ഇത് ഭയങ്കര ഇന്റർനാഷണൽ ലെവലിൽ, ഇതെന്താ കേരളത്തിന്റെ കോണ്ടെക്സ്റ്റ് ഇല്ല, മ്യൂസിക് അങ്ങനെ കേരളത്തിന്റെ മാതിരി ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ തോന്നുന്നതായിരിക്കും. പക്ഷെ ആ ഇതൊരു ഗ്ലോബൽ ഫിനോമിനനാണ് ഈ സംഭവം. അതിൽ നമ്മൾ എംബഡ് ചെയ്തൊരു ചെറിയ സീക്രട്ട് ഇതാണ് കേരളത്തിലെ ഒരു ഇത്. ഐ ഡോണ്ട് നോ വെദർ കുഴിയാന എല്ലായിടത്തും ഉണ്ടാവുമായിരിക്കും, പക്ഷെ നമ്മളെ നാട്ടിലാണ് കൂടുതലും കാണുന്നത് അങ്ങനത്തെ ഒരു ഫാൻസി. നമുക്കങ്ങനെ ഒരു ഇൻട്രസ്റ്റോടുകൂടി നമ്മൾ എല്ലാവരും കുട്ടിക്കാലത്ത് അറിഞ്ഞൊരു ഒരു ജീവിയാണ്. അതും ഈ കോണ്ടെക്സ്റ്റ് നന്നായിട്ട് വർക്ക് ചെയ്തു. നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും റെബേക്കയ്ക്ക് തോന്നി ദിസ് ഓൾസോ വർക്ക്സ് വെരി ക്ലിയർലി. സോ നമ്മൾ അങ്ങനെയാണ് ഇത് ഇൻകോപ്പറേറ്റ് ചെയ്ത്. പക്ഷെ അത് എത്ര മാർക്ക് ആളുകൾ കിട്ടുന്നുണ്ട് നമുക്കറിയില്ല, ഈ കുഴിയാനയാണ് ഈ സംഭവം എന്നുള്ളത്. കാരണം അത് ആർക്കും അറിയില്ല ഈ കണക്ഷൻ. അത് കുറച്ചും കൂടി പേർക്ക് അറിയാൻ പറ്റുകയാണെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവും കുറേയും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സാധനം നമ്മൾ ഹൈഡ് ചെയ്തിട്ടുണ്ടെന്ന് ഇതിനകത്ത്. അല്ല, ഷെല്ല് പൊട്ടിച്ച് വരാന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് ഒക്കെ എന്തായാലും everyone would have got familiar. അതെ, അതെ. കളേഴ്സിൽ ഈ കുറച്ച് പേസ്റ്റൽ പോലത്തെ കളേഴ്സ്, സോ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിച്ചത്? കളേഴ്സ് കുറെ ഇത് 2D അനിമേഷൻ ആണ്, ക്ലാസിക് അനിമേഷൻ ആണ് ചെയ്തിരിക്കുന്നത്, ഫ്രെയിം ബൈ ഫ്രെയിം വരച്ചിട്ട്. അപ്പോ അതിന്റെ ഒരു രസം കൊണ്ടുവരാന്ന് പറഞ്ഞാല് നമ്മുടെ പണ്ടത്തെ കോമിക് ബുക്സും അങ്ങനെ കണ്ടിട്ടുള്ള പഴയ നൊസ്റ്റാൾജിയ കളിക്കുടുക്കൊക്കെ വളരെയൊക്കെ വായിച്ചിട്ടുള്ള. അപ്പോ പിന്നെ തുടക്കം ഇച്ചിരി ഡാർക്ക് ആയിട്ടാണ് കഥ തുടങ്ങുന്നെങ്കിലും ആ ഒരു കുട്ടിത്വം കളേഴ്സും അതിന്റെ അനിമേഷനൊക്കെ റിയലിസ്റ്റിക് അല്ലാതെ കുറച്ച് പ്ലേഫുൾ ആയിട്ടാണ് കൊടുത്തത്. അപ്പൊ ആ ഒരു സ്റ്റൈലില് എല്ലാം നിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു പാലറ്റ് പ്ലേസ് ചെയ്യുന്നത്. മോഡേൺ ആയിട്ടുള്ളൊരു പാലറ്റ് അല്ലേ അത്? നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാത്തൊരു
ഒരു ഒരു ടൈപ്പ് പാലറ്റാണ് അത് ഉപയോഗിച്ചേക്കണേ. ഒരു ഒരു അങ്ങനത്തെ ഒരു സാച്ചുറേഷൻ ഒരു ലെവലിലില്ല, അൺയൂഷ്വൽ ആയിട്ടുള്ള കളറുകളാണ് ഒക്കെ, ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഒരു പുതിയ ലുക്കാണ്. അപ്പോൾ അത് ആ വേൾഡിന്റെ ഫീലും വെരി ട്രൂ അബൌട്ട് ദാറ്റ്. ആൻഡ് മ്യൂസിക്കിന്റെ കാര്യം കൂടി അതിലുള്ള ഉപയോഗിച്ചത്, പ്രത്യേകിച്ച് സൗണ്ട് സ്കേപ്പും ഉപയോഗിച്ചത്, ലൈക്ക് ചെറുകടികളുടെ ശബ്ദവും അതൊക്കെ നല്ല രസമായിട്ട് അതിലൊരു ജീവൻ വെക്കുന്ന മൊമെന്റ് ഒക്കെ. ഐ മീൻ മ്യൂസിക് ഓൾസോ ഇറ്റ്സ് വെരി ക്യാച്ചി. അതും കൂടി ഒന്ന് പറയാമോ? മ്യൂസിക് റെബേക്ക ഇട്ടൊരു റെഫറൻസ് ട്രാക്ക് ഉണ്ടായിരുന്നു, അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നന്ദു കർത്തയാണ് മ്യൂസിക് ചെയ്തത്. അപ്പം നന്ദു കേട്ടപ്പോഴത്തേക്ക് നന്ദുവിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ തന്നെ ഓൾമോസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയ സാധനം. പിന്നെ അത് കുറച്ച് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ റസൂലിൻ്റെ സ്റ്റുഡിയോയിലായിരുന്നു നമ്മൾ സൗണ്ട് എഫക്ട്സ് ഒക്കെ ചെയ്തത്. വിജയ് റസൂലിൻ്റെ ടീമുമാണ് ചെയ്തത്. അപ്പോൾ അതിൽ ഈ ഒരു നമ്മുടെ തിയേറ്ററുകളിൽ ഭയങ്കര ടെക്നിക്കലി ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് തിയേറ്ററുകളാണല്ലോ സ്ക്രീനിങ് നടത്തുന്നത് തിരുവനന്തപുരത്ത് എല്ലാ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ 5.1 ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തിരുന്നു, എന്തുമാത്രം ആ ഒരു ഇമ്മേഴ്സീവ് ഫീല് കിട്ടാമെന്നുള്ളത്. ഇൻഫാക്ട് നമ്മൾ ഇന്നലെയും ഒരു മിക്സ് ചെയ്തു, ഒരു പുതിയ 5.1. അത് ഇന്നലെ നമ്മളത് IFFക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് കേൾക്കുന്ന സാധനം കുറച്ചും കൂടി ഇമ്മേഴ്സീവ് ആവാനായിട്ടുള്ള ചാൻസുകളുണ്ട്. കാരണം ഇന്നലെ നമ്മൾ പോയി ഒരു തിയേറ്ററിൽ പ്രിവ്യൂ ചെയ്തു. കാരണം ഞാൻ അത് അവിടെ വന്ന് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ചില സാധനങ്ങൾ കുറച്ചും കൂടി കൂട്ടാമെന്നുള്ള ഇമ്മേഴ്സീവായിട്ട് കേട്ടാൽ നന്നായിരിക്കും തോന്നി. അതുകാരണം നമ്മൾ ഇന്നലെ വന്ന് അത് പിന്നെയും ചെയ്തു ബോംബെയിൽ. അത് ഇന്നലെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് 2 ദിവസമേ ഉള്ളൂ ഫെസ്റ്റിവൽ, എന്നാലും കേൾക്കാൻ പറ്റുമെങ്കിൽ നോക്കുക, അത് കുറച്ചും കൂടി ഇമ്മേഴ്സീവ് ആയിരിക്കും. കാരണം ആ ഗുഹയിലുള്ള നമുക്കൊരു ഗുഹയിൽ നമ്മൾ ഇരിക്കുക എന്നുള്ള ഫീല്, നമ്മൾ സിനിമയിൽ ഇരുട്ടാണല്ലോ, അപ്പോൾ ആ ഒരു ഫീല് നമുക്ക് ശരിക്കും കിട്ടും. അതൊക്കെ ഇതിലൊക്കെ പോസിബിൾ ഉള്ളൂ. വേറെ യൂട്യൂബിലൊക്കെ കാണുമ്പോഴത്തേക്ക് അതൊന്നും ആളുകൾക്ക് അങ്ങനെ ഒരു ഫീല് കിട്ടില്ലല്ലോ. ഇത് സ്ക്രീനിൽ ഫുള്ളായിട്ട് കാണുമ്പോൾ, ഇരുട്ടത്തിരുന്ന് കാണുമ്പോൾ ഉള്ളൊരു ആ ഇമ്പാക്റ്റ് സൗണ്ടിൽ ശരിക്ക് വരുത്താൻ പറ്റും. അപ്പോൾ അത് നമ്മൾ കുറച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. ആശിഷ് കേട്ടു നോക്കും. സമയം ഭയങ്കര ടൈറ്റ് ആയിരുന്നു, ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു. സോ ദാറ്റ് ഐ തിങ്ക് റെബേക്ക വിൽ ടെൽ എവരിബഡി ഹാഡ് വർക്ക്. ഇറ്റ്സ് എ വെരി 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 സ്ട്രെനുവസ് പ്രൊഡക്ഷൻ. കാരണം ആ ഒരു ഇമ്പാക്റ്റിൽ കൊണ്ടുവരണമെങ്കിൽ വേറൊരു ലെവലിലാണ്. ദർ ഇസ് നോ AI, നത്തിങ് വി ഹവ് യൂസ്ഡ്, ഇറ്റ്സ് ഓൾ ഹാൻഡ് മെയ്ഡ് ഫുള്ളി. അപ്പോൾ അങ്ങനത്തെ ഒരു ആ സംഭവം. സമയത്ത് സെയിം ടൈം ബിനാലെ സെയിം ടീമാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ അപ്പൊ അത് രണ്ടിന്റെ രണ്ടും ലോഞ്ച് ഒരേ ദിവസം. ആ രണ്ടും ഹൈലി ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്ക്. ആ ബിനാലെ ഫിലിം അത് കുറെ കൂടെ വർക്ക് ആവശ്യമുള്ള ആയിരുന്നു. പക്ഷെ എന്നാലും ടീം എല്ലാവരും രണ്ടും ഒരേ ടൈമിൽ പണിയെടുത്തു. ഡേ ആൻഡ് നൈറ്റ് എല്ലാവരും വർക്ക് ചെയ്തു, നല്ലോണം എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തതാണ്. ട്രഡീഷണൽ മോഡ് പറഞ്ഞെങ്കിലും ടൂൾ ഉണ്ടാവുമല്ലോ, ടൂളില് ഫ്ലാഷ് പോലെ അങ്ങനെ ഏതെങ്കിലും ടൂളാണോ അത് ഇലസ്ട്രേഷൻസ് ചെയ്തിട്ടുള്ളത്? TV പെയിന്റ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ പഴയ സെൽ അനിമേഷൻ പോലെ തന്നെ ഫ്രെയിം ബൈ ഫ്രെയിം വരച്ച് അതില് കളറിങ് എല്ലാം അതിൽ തന്നെയാണ് ചെയ്തത്. കുറച്ച് പ്രീമിയർ അവസാനം കോമ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. Thank you so much, and it's wonderful to have a conversation again, and we'll connect soon. ബയനാലയുടെ സിഗ്നേച്ചർ ആനിമേഷനെ കുറിച്ചും മറ്റേ ഇപ്പോൾ പുതിയ വർക്കുകൾ. And I'm happy that your Kochi studio is so active with animations back to back. ഭീകരന്മാരല്ലേ ഇവര് കൊച്ചിയിലുള്ള ആളുകള്. Thank you so much. Wish you all the best. Thank you. Thank you, sir. Thank you.